നിത്യാനന്ദം ഉള്ളതാണോ അതോ വെറും സങ്കല്പമാണോ എന്ന് ചോദിക്കാറുണ്ട്. നിത്യാനന്ദം ഉള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് ആ നിത്യാനന്ദം ലഭിക്കുന്നില്ല. നമുക്ക് ലഭിക്കുന്നതൊക്കെ നശ്വരമായിട്ടുള്ള ആനന്ദമാണ്. കാരണം നിത്യാനന്ദത്തിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത് അനിത്യ വസ്തുക്കളെയാണ്. അനിത്യമായ വസ്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ അനിത്യമായ വ്യക്തികളിൽ നിന്നും നിത്യമായ ആനന്ദം കിട്ടില്ല എന്ന് യുക്തിപൂർവ്വം ചിന്തിച്ചാൽ മനസ്സിലാകും. അതായത് അനിത്യ വസ്തുക്കളിൽ നിന്ന് നിത്യമായ ആനന്ദം ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നാം ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കാലദേശ വസ്തുക്കൾക്ക് അതീതമായിട്ടുള്ള ആനന്ദത്തെയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ആ ആനന്ദം ബാഹ്യലോകത്തു നിന്നും നമുക്ക് ലഭിക്കില്ല. ഇപ്പോൾ കാലദേശ വസ്തുക്കൾക്ക് അതീതം പറയുമ്പോൾ കാലം എടുക്കുക. ആദ്യം ഈ കാലം പറയുമ്പോൾ ഒരു ദിവസത്തിന് എടുക്കുമ്പോൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരമായി. അപ്പോൾ ആരും പറയില്ല എനിക്ക് രാവിലെ മാത്രം സന്തോഷമായി ഇരുന്നാൽ മതി, ഉച്ചയ്ക്കും വൈകുന്നേരം ദുഃഖിച്ചാലും കുഴപ്പമില്ലെന്ന് ആരും പറയാറില്ല. അപ്പോൾ അത് കാലങ്ങളിൽ കടന്നുള്ള ആനന്ദം. പിന്നെ ദേശം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ത്യയിലായാലും ശരി, അമൃതപുരി ആയാലും ശരി, ഡൽഹി അമേരിക്കയിലായാലും ശരി, എവിടെയായാലും നമുക്ക് സന്തോഷം വേണം. ഇന്ത്യയിലുള്ളപ്പോൾ മാത്രം സന്തോഷിച്ചാൽ മതി, അമേരിക്കയിലെയും ഓസ്ട്രേലിയയും ഉള്ളപ്പോൾ സന്തോഷിക്കേണ്ടെന്ന് ആരും പറയാറില്ല. അപ്പോൾ ദേശങ്ങൾക്ക് അതീതമായിട്ടുള്ള ആനന്ദം നമുക്ക് വേണം. പിന്നെ വസ്തുക്കൾ ഏത് എടുത്താലും ഇപ്പോൾ നമ്മൾ ആരും പറയാറില്ല കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ മാത്രം സന്തോഷമായിരുന്നാൽ മതി, സ്മാർട്ട് ഫോൺ ഉള്ളപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ സന്തോഷം വേണ്ടെന്ന് ആരും പറയാറില്ല. അപ്പോൾ നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത് കാലദേശ അപ്പുറമായിട്ടുള്ള ആനന്ദത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ചെറിയ ചെറിയ ആനന്ദങ്ങൾ പോലും നമ്മുടെ അന്തരാത്മാവിൽ നിന്നാണ് ലഭിക്കുക. കാലദേശ വസ്തുക്കളാൽ ബാധിക്കപ്പെടാതെ ഒരേ ഒരു വസ്തു ഈശ്വരനാണ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവാണ്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ ആനന്ദങ്ങൾ പോലും നമ്മുടെ ആത്മാനന്ദത്തിൻ്റെ പ്രതിഫലനമാണ്. ആനന്ദം ഒരു വസ്തുവിലാണെങ്കിൽ അത് എല്ലാവർക്കും എപ്പോഴും അനുഭവിക്കാൻ സാധിക്കണം. ഉദാഹരണത്തിന് ഒരാൾക്ക് സിഗരറ്റ് വലിക്കുന്നത് ആനന്ദം നൽകുന്നു, പക്ഷെ അതേസമയം മറ്റുള്ളവർക്ക് വെറുപ്പ് തോന്നിക്കാം. ആ പുക മൂക്ക് പോയാൽ തന്നെ തലവേദന ഉണ്ടാവും, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരും. അപ്പോൾ ഈ ആനന്ദം ഇവിടെ നിന്നാണ് വരുന്നത്, വസ്തു എന്നല്ല. കാരണം വസ്തു എന്ന് വരികയാണെങ്കിൽ എല്ലാവർക്കും ആ വസ്തു ഉപയോഗിക്കുമ്പോൾ ആനന്ദം കിട്ടണം. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. എന്തെങ്കിലും ഒരു വസ്തുവിനെ ആഗ്രഹിച്ചാൽ അത് കിട്ടുന്നവരെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. അത് കിട്ടിയാൽ മനസ്സ് ശാന്തമാകും. ഇവിടെ മനസ്സ് ശാന്തമായത് കൊണ്ടാണ് ആനന്ദം ലഭിക്കുന്നത്, അല്ലാതെ ആ വസ്തുവിൽ നിന്നല്ല. അതായത് ആ വസ്തു ലഭിച്ചതിനാലാണ് നമ്മുടെ മനസ്സ് ശാന്തമായത് എന്ന് നമുക്ക് തോന്നുന്നു എന്ന് മാത്രം. അതിനാൽ ആനന്ദം നമ്മുടെ ഉള്ളിൽ നിന്നുമാണ് വരുന്നത്. നമ്മൾ ഉദാഹരണമായിട്ട് ഗാഠനിദ്ര അല്ലെങ്കിൽ സുഷുപ്തി എന്ന് പറയുമല്ലോ, ആ ഉദാഹരണം എടുക്കാം. സുഷുപ്തിയിൽ നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ സാധാരണ പറയാറുണ്ട്, ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാറുണ്ട്. ഉറക്കത്തിൽ നമ്മൾ ഒരു വസ്തുവിൻ്റെയും ഒരു മനുഷ്യൻ്റെ പോലും സഹായമില്ലാതെയാണ് ആ സുഖം നമുക്ക് കിട്ടുന്നത്. ഉറങ്ങുന്ന സമയത്ത് അത് അറിയുന്നില്ല, പക്ഷേ എണീച്ച് കഴിയുമ്പോൾ ഞാൻ നല്ലോണം ഉറങ്ങി, സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് അതിനുശേഷം കിട്ടുന്ന ആ മനസ്സിൻ്റെ ശാന്തി വെച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ സുഷുപ്തിയിൽ നമുക്ക് ആനന്ദം കിട്ടിയെന്ന് പിന്നെ മനസ്സിലാക്കുമ്പോൾ ആ ആനന്ദം ഒരു വസ്തുവിൻ്റെയും ഉപാധിയുടെയും സഹായമില്ലാതെയാണ് കിട്ടിയത്. അത് നമ്മുടെ ഉള്ളിലാണ് ഉള്ളത്. അതിൻ്റെ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ സുഖമാണ്. ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് രാവിലെ 5 മണിക്ക് പോകണമെന്ന് വെച്ചോ, 6 മണിക്ക് പോകണം. അപ്പോൾ 5 മണിക്ക് അലാറം വെക്കുന്നു വാച്ചിൽ, 5 മണിക്ക് എണീക്കണം, എല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് 6 മണിക്ക് പുറത്തിറങ്ങാം. അപ്പോൾ എന്നിട്ട് ഉറങ്ങാൻ പോയി, 10 മണിക്ക് ഉറങ്ങാൻ പോയി രാത്രി. അപ്പോൾ ഉറക്കത്തിനിടയ്ക്ക് പെട്ടെന്ന് എണീക്കേണ്ടതെന്ന് എണീച്ചു. അപ്പോൾ എത്ര സമയമായി എന്നറിയില്ല, 2 മണിക്കൂർ ഉറങ്ങിയോ അല്ല 5 മണിക്കൂർ ഉറങ്ങിയോ എന്നറിയില്ല. അപ്പോൾ നോക്കുമ്പോൾ 12 മണിയായിട്ടുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ ആയിട്ടുള്ളൂ ഉറങ്ങി. ഇനി 5 മണിക്ക് നമുക്ക് സുഖമായി ഉറങ്ങാമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വിവരിക്കാൻ വയ്യാത്ത ആനന്ദം വരുന്നു. ഇതെല്ലാവരും അനുഭവിക്കുന്ന സുഖമാണ്. ഇനിയും കുറച്ചുകൂടെ ഉറങ്ങാമെന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനാൽ ആനന്ദം നമ്മുടെ ഉള്ളിലാണ്, വെളിയിൽ നിന്നും കിട്ടുന്നതല്ല. അത് നമ്മുടെ യഥാർത്ഥ സ്വഭാവമാണ്. പക്ഷേ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അസൂയ, ദേഷ്യം, അക്ഷമ, ഇവകളൊക്കെ ഈ ആനന്ദത്തെ അനുഭവിക്കുന്നതിന് തടസ്സമായിരിക്കുന്നു. അമ്മയെപ്പോലുള്ള മഹാത്മാക്കൾ ഇഷ്ടാനിഷ്ടങ്ങൾ
ഇവർക്കൊക്കെ അതീതമായതിനാൽ അവർക്ക് ഈ ആനന്ദത്തെ എപ്പോഴും അനുഭവിക്കാൻ സാധിക്കുന്നു. സുഷുപ്തിയിൽ നമുക്ക് ലഭിക്കുന്ന അതേ ആനന്ദം അമ്മയെപ്പോലെ മഹാത്മാക്കൾക്ക് ഉണർന്നിരിക്കുമ്പോഴും ലഭിക്കുന്നു. അമ്മ പറയാറുണ്ട്, ഒരു സദ്യ കഴിച്ച ശേഷം ഉണ്ടാകുന്ന പോലെ ഒരു തൃപ്തി, നല്ലൊരു സദ്യ കഴിച്ചാൽ എല്ലാവർക്കും തൃപ്തി ഉണ്ടാവില്ല, അതുപോലെ ഒരു തൃപ്തി എപ്പോഴും അനുഭവപ്പെടാറുണ്ടെന്ന് പറയും. ബാഹ്യലോകത്ത് എന്ത് നടന്നാലും അല്ലാതെ ഏത് സാഹചര്യത്തിലും അമ്മ പറയാറുണ്ട്, അമ്മയുടെ ഉള്ളിലുള്ള ആ ശാന്തി, ആ സ്റ്റിൽനെസ് അതെപ്പോഴും ഉണ്ടാകും. അതിന് ഒരു വ്യതിചലനം വരുന്നില്ല, അതെപ്പോഴും ഉണ്ടാകും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, അമ്മ തന്നെ സമീപിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ആനന്ദം പകർന്നളിക്കുകയാണ് ചെയ്യുന്നത്. അമ്മ താൻ ആനന്ദം അനുഭവിക്കുക മാത്രമല്ല മറ്റുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സത്യമാണെന്ന് പറയാൻ പറ്റും. അത് ഇനിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചന്ദ്രനിൽ ഏകദേശം 12 പേർ കാല് കുത്തിയിട്ടുണ്ട്. ചന്ദ്രനിൽ പോയി ഇറങ്ങി നടന്നിട്ടുണ്ട്. ചന്ദ്രനിൽ 12 പേർ പോയിട്ടുണ്ട്. അപ്പോൾ അതെന്താ സൂചിപ്പിക്കുന്നത്? ബാക്കിയുള്ളവർക്കും ഇത് സാധിക്കും, അവർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്ക് ഇത് സാധിക്കുന്നതാണ് തെളിയിക്കുന്നത്. അതുപോലെ അമ്മയെപ്പോലുള്ള മഹാത്മാക്കൾ ആത്മാനന്ദത്തെ അനുനിമിഷവും അല്ലെങ്കിൽ സദാ അനുഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്കും അത് സാധ്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.